ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മിനിറ്റ്, ഞാൻ ഈ ഡോറ് നടക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഒരു മാസം അല്ലേ, ഒരു മാസം 1.5 മാസത്തോളമായി. അപ്പം എന്ത് സംഭവം എന്ന് വെച്ചാൽ വല്യമ്മക്ക് പെട്ടെന്ന് വയ്യാതായി. അങ്ങനെ വല്യമ്മനെ കാണാൻ നാട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിന് പോയി വന്നപ്പോൾ അപ്പോത്തിന് മൂത്താപ്പ മരിച്ച്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വീഡിയോ ഒന്നും ഇതാക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അങ്ങനെ മൂത്താപ്പൻ്റെ മരണം കഴിഞ്ഞ് അപ്പോത്തിന് വൈഫ് ചെറുതായിട്ടൊന്ന് പ്രസവിച്ച്. അപ്പോൾ ഒരു ആൺകുട്ടി, ഒരു ഉപ്പയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അങ്ങനെ ഫ്രീ ആയി ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളെ നോമ്പിന് ഖത്തറിലെ നൈറ്റ് ലൈഫ് എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മള് രാത്രി ഇറങ്ങിക്കണേ അല്ലേ. നമ്മളിപ്പോ നമുക്ക് 2-3 ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫൈസലിന്റെ അനിയൻ റമീസ് ഉണ്ട്, നമ്മളെ ഫൈസൽക്ക് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോർണിഷൊക്കെ ഒന്ന് പോയേക്കാം അല്ലേ. അത്ര പോണം. ഗൈസ്, നമ്മൾ കോർണിഷിലേക്ക് പ്രവേശിക്കുകയാണ്. കോർണിഷിൽ നമ്മളെ ലൈറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ അടിയിൽ കൂടെ പോണൊരു വണ്ടി. എൻ്റെ മോനെ, അത് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചൊരു കാര്യമില്ല. നമ്മളെ പോലത്തെ വണ്ടി പ്രാന്തമായിരിക്കില്ല കാര്യമുള്ളൂ. മറ്റേ വണ്ടിയിൽ കാണൂല കേട്ടോ ശരിക്കല്ലേ. ആ ചെറുതിലെ നോക്കി എത്ര ഹൈറ്റ് ചെറുതാണ്, എത്ര അതിന് സൈക്കിളായിട്ട് റോട്ടുമ്പോ കൂടെ ഓടാ ആ നോക്കണോ കേട്ടോ. വണ്ടി നോക്കിയതാ. പാർലമെന്റ് ലേറ്റ് എത്തിയോ. അവിടെ കുറെ ചെറിയ ബോട്ടുകൾ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഫിഫന്റെ കൗണ്ട് ഡൗൺ ഇപ്പോഴും അവിടെ ഉണ്ട്. എടുത്ത് മാറ്റിയിട്ടില്ല ഇപ്പോഴും. നമുക്ക് ആ കാണുന്നതാണ് നമ്മളെ വെസ്റ്റ് ഏരിയ അല്ലേ. ഏതാ ലുക്ക്. അത് 12 തന്നെയാവൂലേ. യെസ്, നമ്മളെ കോർണിഷ് വ്യൂ നോക്കിയേ. എൻ്റെ മോനെ, ഏതാ രസം, അടിപൊളി. നമ്മ ആ ബിൽഡിങ്ങുമ്പോ കണ്ട ലൈറ്റ് ചന്ദ്രമാൻ, ചന്ദ്രനില്ലേ, ചന്ദ്രമാനല്ല, അപ്പൊ ചന്ദ്രനുണ്ട്. പിന്നെ എങ്ങനെ കണ്ട ചില ബിൽഡിങ്ങുമ്പോ ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ, അറിഞ്ഞിട്ടില്ല രാത്രി ആയത്. ഇതൊന്നും പറയാത്ത റമീസ. എന്താ ഞാൻ പറയണ്ടേ കോർണിഷ് തന്നെയല്ലേ. നമ്മള് ഒരു മൈക്ക് നമ്മളെ റമീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റമീസിന്റെ തഗ്ഗൊക്കെ ഉണ്ടാവുന്നേ നേക്കേക്കാരം.
പറയാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ? എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടത് പറയാം. ഇജി പറഞ്ഞാ മതി, പറഞ്ഞൊക്കെ എക്സ്പ്ലനേഷൻ ആണ്. നമ്മളെ ഫിഷിന്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. നമുക്ക് നമ്മളെ നേരെ ഓപ്പോസിറ്റ് ഒരു മീനുണ്ട്, ഇതാണ് നമ്മളെ മീന്. പിന്നെ കോർണിഷിന്റെ ലൈറ്റ് നമ്മളെന്താ പറയ് നബീസ പറയ്. അപ്പൊ നമ്മള് എക്സ്പോ കാണാൻ വേണ്ടി പോണേ. നമ്മള് മുന്നേ എക്സ്പോ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ? കോർണിഷ് കാര്യമായിട്ടൊന്നും ഇല്ലാത്തോണ്ട് നടക്കണ്ട. അപ്പൊ റമീസ് ഇങ്ങനെ എക്സ്പോ കണ്ടിട്ടില്ല. റമീസ് പോന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അല്ലേ? ഞാൻ ഇപ്പൊ ഒരാഴ്ച ഞാൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. അതാണ് ഞാനിപ്പോ ലീവിന് പോയി വന്നിട്ട് ഒരാഴ്ച പോയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ റമീസ് എക്സ്പോന്റെ ടൈമില് കോർണിഷ് എന്ന് പറയുമ്പോ കോർണിഷിനെ കുറിച്ച് പലതും പറയാനുണ്ട്, ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആയപ്പോ നമ്മള് എക്സ്പോന്റെ ആണെന്ന് കേറി നോക്കാന്ന് വിചാരിച്ചാണ് പോകുന്നതാണ്. നമ്മളെ പൈസ ഒക്കെ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ആലില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കണ അറിയില്ല. നമ്മള് മെട്രോന്റെ ഉള്ളിൽ കയറി. അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് അപ്പുറത്തേക്ക് മുറിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബെറ്റർ ഓപ്ഷൻ കണ്ട ഇതാണ്. താഴെ ചെന്നിട്ട് പോയി നോക്കാം, ഉണ്ടാവും. കാരണം നമുക്ക് ട്രെയിനിന്റെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡിന്റെ ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ആ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നതാണ് അല്ലേ റമീസ? പോയി നോക്കും നമ്മള്, ഇല്ലേ തിരിച്ചു വരൂ. നമ്മൾ മെട്രോന്റെ ഉള്ളിലാണുള്ളത്. ഇതിന്റെ ഉള്ളിലൊന്ന് നോക്കി എന്താ സെറ്റപ്പ്. റമീസിന് എന്താ പറയാനുള്ളത് ഈ മെട്രോന്റെ ഇത് കണ്ടിട്ട്? തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ വൈറലാക്കും. റമീസിനെ എല്ലാവരും അറിയപ്പെടുന്നവരോ. ഒന്ന് നിന്നോടുത്താൽ മതി റമീസ്, നിന്നോടുക്കേ. നമ്മ നിന്നോടുത്താൽ മതി, ഇങ്ങനെ നീങ്ങി പോവും. ഇതൊന്നും പറയാത്ത വീട്ടിലൊന്ന് പറഞ്ഞാ മതി, കേക്കും. എന്താ ഞാൻ അതായത് മൈക്കുണ്ട്. ഇതങ്ങനെ ഇനി കണ്ടല്ലോ നിങ്ങൾക്കൊന്നും പറയില്ല. അതാ ഇജ് പറ, എന്തെങ്കിലും ഇജ് പറ. നാക്കിട്ടില്ല തോന്നുന്നില്ല നിങ്ങക്ക്. ഉണ്ട് വൈക്കച്ച് നിക്കാതിരുന്നാ മതിയായിരുന്നു. പറഞ്ഞേ കുഴിച്ചുണ്ടാക്കണ്ടെന്നോ ഒരു സംഭവമാണ് അല്ലേ? ഇവിടെ കുഴിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവസ്ഥ ആലോചിക്കും. ഭൂമിന്റെ അടിയില് മേലെ കൂടെ മെയിൻ റോഡ് എന്താ അല്ലേ? നമുക്ക് കേറി വരുമ്പോ തന്നെ ഇതോണല്ലേ റമദാൻകേരി എന്നുള്ള അയ്യോ നമ്മളെ ഖത്തർ എക്സ്പോ. അങ്ങനെ നമ്മള് അൽബിദ പാർക്കിലെത്തി. അൽബിദ പാർക്കിലാണ് നമ്മളെ ഖത്തർ എക്സ്പോ നടക്കുന്നത്. ഈ മാസം അവസാനിക്കും. ഇന്നത്തെ ക്യാമറാമാൻ ഞാനും അപ്പൊ നീണ്ട 6 മാസത്തെ ഖത്തർ എക്സ്പോ ഈ മാസം അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി കണ്ടോളൂ. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മള് ഓൾറെഡി ഇവിടെ വന്നാണ്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങച്ചിട്ട് പോകുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, നമ്മൾ റമീസ് കാണാത്തോണ്ട് പോകുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മള് ഉള്ളിൽ എത്തിയപ്പോ ഇവിടെ എന്തോ ഒരു റാലിയും ഉണ്ട്, കൊക്കും കുറെ മാലാകമാരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്താ റമീസൊക്കെ പറയാനുള്ളത്? നമ്മളെ നാട്ടിലത്തെ മാലാകമാരല്ല. എനിക്ക് തോന്നിയെങ്കിൽ എന്തോ പറയാൻ ഉദ്ദേശിക്കണെന്നുള്ളത്. അടക്ക കൊക്കുവാണ്. ഒരാള് മനസ്സിലാതെ എന്തിനെങ്ങനെ പരിപാടി നടത്തും, ഞാൻ അതാ ആലോചിക്കുന്നു. അത് കൊറേ മാലാകന്മാരുണ്ടല്ലോ. മിസ ആണ്ട് പോവാ. ഇവിടെ ലാസ്റ്റ് ആണ് ഫ്രണ്ടിക്ക് തുടക്കള്ളേ. ലാസ്റ്റ് ആയാലും തുടക്കം ഈ കണ്ട ആൾക്കാർ തന്നെ അല്ലേ ഉള്ളൂ. അല്ല ഇനി വേറെ എന്തെങ്കിലും വല്ല കൊക്കാളുണ്ടെങ്കിലോ? പറക്കാത്ത കൊക്കാണുള്ളത്. അതിനുള്ളില്ലേ കാര്യത്തൊന്നുമില്ല. മതി I feel you fall since
to start tonight. അങ്ങനെ കേസ് ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്ന് കണ്ട ഇതൊക്കെ തന്നെ ഉള്ളു. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് വന്ന് നമ്മളാ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. അതിനിപ്പോ ഞാൻ എന്റെ ആവശ്യമില്ലല്ലോ. അല്ല നിജി പറഞ്ഞോ, എക്സ്പോ എന്റെ ഒരു ഇത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഓരോന്ന് പറയാനുള്ളതല്ല എനിക്ക്. അത് പറഞ്ഞല്ലോ, അത് എന്താ പറഞ്ഞില്ല നിജി എക്സ്പോനെ ഇതൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ എന്താ ഞാൻ കൂടുതൽ പറയാനുള്ളൊന്നുമില്ല. ഇതാണ് നമ്മളെ കോർണിഷിന്റെ പല പല സിനിമകളിലും പല പല വ്യാഖ്യാനത്തിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്തിറങ്ങിയ ഏതാണ് സിനിമ? ഏത് സിനിമ? കോർണിഷിന്റെ മധുര മനോരമ അങ്ങനെ എന്തോ ഒരു ഇതില്ലേ, അതില് ഖത്തറുണ്ടോ? അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഖത്തർ മാത്രല്ല, ഖത്തറിലെ വണ്ടി എടുക്കാനായിക്കോണു. ബാക്കി പിന്നെ വരാം. എന്നായിക്കോട്ടെ, ശരി എന്നാലേ.